കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ. അനർഹർ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി അനർഹമായി വാങ്ങിയ പെൻഷൻ തുക പിഴ സഹിതം തിരികെ ഈടാക്കുന്ന നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഇതു സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിച്ച് പെൻഷൻ വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന അവസരത്തിൽ പെൻഷൻ റദ്ദ് ചെയ്യുകയും അനർഹമായി കൈപ്പറ്റിയ തുക 18% പിഴപ്പലിശ സഹിതം തിരികെ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. അതോടൊപ്പം അനർഹരായവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയുമൊക്കെ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങെന്ന നിലയിൽ സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷനുകൾ അർഹതപ്പെട്ടവർക്കെല്ലാം ലഭിക്കുന്നുണ്ടെന്നും അതോടൊപ്പം അനർഹരായവർക്ക് ലഭിക്കുന്നില്ലെന്നും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അനിവാര്യമാണ്. അതിനാൽ തന്നെ അനർഹർ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിലുണ്ട്. 10,000 ശമ്പളമായി വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വിതരണം ചെയ്യുന്ന ഈ പെൻഷൻ അനർഹമായി വാങ്ങുന്നതെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെ 1458 പേരാണ് അനധികൃതമായി ഈ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. 1458 പേർ മാസം തോറും ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുമ്പോൾ ഒരു മാസം പൊതു ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് 23 ലക്ഷം രൂപയോളമാണ്. ഒരു വർഷം ഇത്തരത്തിൽ കൈപ്പറ്റുമ്പോൾ 2.25 കോടിയോളം രൂപ വരും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.